ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു ഇവളോട്. എന്താ ഇപ്പോ ഒരു പുതിയ പേരൊക്കെ ഉണ്ടല്ലോ, എന്താ മോളെ? ബോസ്കോ ബൈ. അത് ആളുകൾ ചുമ്മാ ഓരോന്ന് പറയുന്നതാണ് അച്ചോ. ആ, ബോസ്കോ ബൈ. എൻ്റെ ബെന്നിയുടെ മകൻ കാശ് കിട്ടിയാൽ ആളുകളെ തല്ലാൻ മടിയില്ലാത്ത ബോസ്കോ ബായി ആണല്ലേ? കുഞ്ഞെ, എനിക്ക് പ്രായമായി. നിനക്ക് എന്ത് വേണമെങ്കിലും ആവാം. ആരും നിന്നെ തടയില്ല. ഞാൻ വളർത്തി വലുതാക്കിയ പലരും പല വഴിക്ക് രക്ഷപ്പെട്ടപ്പോൾ ഇവള് മാത്രം എന്നെ വിട്ടുപോയില്ല. ഇവൾക്ക് കൂട്ടിന് നീയെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ നീ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ വല്യപ്പച്ചൻ്റെയും ചിറ്റപ്പൻ്റെയും വഴിയാണ്. നിനക്ക് ഓർമ്മയില്ലേ നിന്റെ വല്യപ്പച്ചൻ ജോണിനെ പണമുണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സുകാരുടെയും മന്ത്രിമാരുടെയും കയ്യാളായി നിന്ന് അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടിയപ്പോ അതിലറിയാതെ പെട്ടുപോയത് എന്റെ കുഞ്ഞായിരുന്നു, ബെന്നി, നിന്റെ പപ്പ. അതിന് ജോണിനുണ്ടായ നേട്ടമോ സ്വന്തം കുഞ്ഞിന്റെ മരണമായിരുന്നു. നിന്റെ മമ്മയുടെ ലിസയുടെ മരണശേഷം ജോൺ ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വന്നപ്പോഴാണ് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയത്. അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ജോണിനെ അവസാനമായി കാണുന്നത്. ആ, ജോൺ എന്താ ഇവിടെ? ഞാൻ ഡോക്ടർ ഐസക്കിനൊന്ന് കാണാൻ വന്നതാ. നമ്മുടെ ഓർഫനേജിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഫാദറിനൊന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തു പറ്റി? എന്താ കാര്യം? മനു ഇവിടെ? അവൻ വീട്ടിലുണ്ട്. ഫാദർ. എന്താ ജോൺ, എന്തു പറ്റി? ഫാദർ ഈ ഫയലുകൾ കണ്ടു. എൻ്റെ ആയുസിൻ്റെ സമയം ഡോക്ടർമാർ കുറിച്ച് തന്നതാണ്. ഞാനിനി എത്ര നാളുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുവരെ എൻ്റെ മനുവിൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ജോൺ, താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? അതെല്ലാം തീരുമാനിക്കുന്നത് അവിടുന്നല്ലേ? അതെ ഫാദർ, എല്ലാം കർത്താവ് തമ്പുരാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും. ട്യൂമറിൻ്റെ രൂപത്തിൽ. എൻ്റെ കർത്താവേ, എനിക്കെന്തെങ്കിലും സംഭവിച്ച എൻ്റെ മനു ഫാദറിൻ്റെ തന്നെ സംരക്ഷണയിലായിരിക്കണം. എൻ്റെ വീടും സ്വത്തുക്കളുമെല്ലാം അവനുള്ളതാണ്. അവനെ അന്വേഷിച്ച് ഈ ഭൂമിയിൽ വരാനുള്ളത് എൻ്റെ അനുജൻ സ്റ്റീഫൻ മാത്രമാണ്. അവനിപ്പോൾ ബാംഗ്ലൂർ ജയിലിലാണ്. അവൻ്റെ കൂടെ ഒരിക്കലും ഫാദർ മനുവിനെ അയക്കരുത്. ജോണേ. വരട്ടെ ഫാദർ. നാളത്തെ ക്രിസ്മസ് എനിക്ക് മനുവിൻ്റെ കൂടെ ആഘോഷിക്കണം. ജോൺ, സമാധാനമായിട്ട് പോ. എല്ലാം അവൻ കാണുന്നുണ്ട്. എൻ്റെ കർത്താവേ, ജോണിനെക്കാളും മോശമായിരുന്നു സ്റ്റീഫൻ. അന്ന് എന്തോ ഒരു കേസിൽ ബാംഗ്ലൂരിൽ ജയിലിലായിരുന്നു സ്റ്റീഫൻ. അവൻ പുറത്തിറങ്ങുമ്പോൾ നിന്നെ അന്വേഷിച്ചു വരുമെന്ന് ജോൺ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അയാൾ വന്നില്ല. നിന്നെ അന്വേഷിച്ചപ്പോഴെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ നിന്നെ സംരക്ഷിച്ചത്. ഇങ്ങനെയൊക്കെ ആകാനായിരുന്നോ കുഞ്ഞ്? ഫാദർ, അതിന് ഞാൻ പണമുണ്ടാക്കാൻ നീ തേടുന്ന വഴികൾ നാളെ നിനക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കട്ടെ. മറ്റുള്ളവൻ്റെ ജീവന്റെ പേരിൽ കിട്ടുന്ന പണം കൊണ്ട് നേടുന്നതെല്ലാം ആ പണം ഇല്ലാതാകുന്നതുവരെ കൂടെ കാണൂ. മോളെ, നീ അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കൂ. അയാൾ ഇനിയും വരുമോ? എന്തിനി? അല്ല, നിന്റെ മേലുള്ള ഒരേ ഒരു അവകാശിയല്ലേ? കോപ്പാണ്. ഞാൻ പോയെന്ന് പറഞ്ഞു. അല്ല, രണ്ടുപേരുടെയും ക്യാരക്ടർ ഒന്നാണല്ലോ. നീ എന്റെ വായിലിരിക്കുന്നു വല്ലതും കേട്ടു? നീ വണ്ടി എടുത്തേ. പിന്നെ
തന്നെ അങ്ങ് പോയാ മതി. കൂടെ ഉണ്ടായിരുന്നല്ലോ കൊറേ കച്ചറകള്, അവരെ വിളിച്ചോ. ആ ദാ വരുന്നു, പറഞ്ഞ നാവെടുത്തില്ല. ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. ബോസ്കോ, പോലീസ്. എന്താ സാറേ ഒരു വഴിതടയിലൊക്കെ? ബോസ്കോ, താനൊന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താ സാറേ? എസ് ഐ സാർ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ കാണാനാണോ അതോ? ഡാ നിനക്കൊക്കെ എന്താടാ? സാറ് വിളിച്ചാ വന്നോണം, ഇല്ല ഇവനെ മാത്രല്ല എല്ലാറ്റിനും കൊണ്ടുപോകും. സാറേ അവർ ചുമ്മാ. ബോസ്കോ, സാറ് പുതിയ ആളാണ്. വന്നില്ലെങ്കിൽ മധു സാർ പറഞ്ഞ പോലെ ആകും കാര്യങ്ങൾ. സാറിൻ്റെ ആഗ്രഹമല്ലേ, വന്നേക്കാം. കയറോ. നീ ആ ക്രിസമേടത്ത് ഒന്ന് വിളി. കഴിവരുടെ മോനെ, എന്റെ കഴിപ്പ് തീർത്തടാ. കഴിവരുടെ മോനെ, അന്റെ ഒരു ബോസ്കോ അവിടെ നിൽക്കുന്ന ആരാന്നറിയോ? ആരുടെ മകനെ ഇനി തല്ലിന്ന് എനിക്കറിയടാ. നീ ഒന്ന് ഉണ്ടാക്കുന്ന എനിക്ക് കാണണം. അന്ന റാസ്കൽ, എന്റെ ഒരു ബോസ്കോ. നിന്നെ പോലെയുള്ള റൗഡികളൊന്നും ഭാസ്കറുടെ വായിക്കില്ല. സർ, എന്താ ഇത്? സാർ എന്തിനാ മനുവിനെ അറസ്റ്റ് ചെയ്തേ? മാഡത്തിന് അറിയണോ എന്താണ് കാര്യം എന്നുള്ളത്? ഓ, ഇതാണോ കാരണം? അതാ എന്റെ കയ്യിലിരിപ്പിന് കിട്ടിയതാ. എടി കോപ്പേ, ഇവിടെ കിടന്ന് പടക്കണ്ട. മനസ്സിലായോ? ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോണ്ട്. അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാ മതിയോ? മാഡം, ഇത് കോടതിയല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്. അത് തന്നെയാണ് സാറേ എനിക്കും പറയാനുള്ളത്. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ, അല്ലാതെ ചന്തയല്ലല്ലോ. സാർ ഇവനെ അടിച്ചതിന്റെ പേരിലാണ് മനുവിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഒരു കേസ് ഞാനും തരാം. ഒന്ന്, എന്റെ ദേഹത്ത് കൈവച്ചതിന്. വകുപ്പ് സാറിന് അറിയാലോ. പിന്നെതാ ഇവളുടെ അനിയനെ തല്ലിയതിനും അതിനുള്ള കാരണവും കാണിച്ച് ഒരു കേസ് ഞാൻ തരാം, തെളിവോടുകൂടി. എന്നിട്ട് സാറ് തീരുമാനിക്കേ മനു അകത്ത് കിടക്കണോ അതോ ഇവൻ കിടക്കണോന്ന്. സാർ കൊണ്ടുപോടുവനെ. ഇങ്ങോട്ട് വാടാ റാസ്കൾ. എടോ, താൻ എന്തിനാടോ അവനെ വെറുതെ വിട്ട്? സാറ് കേട്ടതല്ലേ അവർ പറയുന്നത്? എന്നെ തൊപ്പി തെറിക്കണ കേസാണ്. സാറ് ഇരിക്കേ, അവൻ എന്തേ വഴി ഉണ്ടാക്കാം. ഡാ, താനിപ്പോൾ പൊക്കോ. താമസിയാതെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടും. അത് തന്നെയാണ് സാറേ എനിക്കും പറയാനുള്ളത്. ഞാനിപ്പോൾ പോകുന്നു. മനു ഡാ, ആ ഞാൻ കാരണല്ലേ നീ പോലീസുകാർ തല്ലുകൊണ്ടത്. നിനക്ക് വേദനയില്ലേ? ആണോ? എന്നാ നീ എൻ്റെ വേദന മാറ്റിത്താ. അയ്യടാ, ആ പൂതി മനസ്സിലിരിക്കട്ടെ മോനെ. ആ സണ്ണി ചായനോ? ഇത് എപ്പോഴും നമ്മളിവിടെ ഉണ്ടടേ. നീ പോവാണോ? ആ, ഇത് മേനോൻ സാറിന്റെ കാറാ. ഞാൻ പോട്ടെ. ചുമ്മാതല്ല നീ ബാംഗ്ലൂരിലേക്ക് വരാത്തത്. ഇമ്മാതിരി ചുറ്റിക്കളിയൊക്കെ വീട്ടിനകത്ത് കയറിയിട്ട് പോരടി. വെറുതെ നാട്ടുകാരെ കാണിക്കണം. അല്ല, ഈ ചുറ്റിക്കളിയുമായിട്ട് ഇവിടെ അങ്ങ് കൂടിയാൽ മതിയോ?
നിന്റെ വല്യപ്പച്ചനായിട്ടുണ്ടാക്കിയതെല്ലാം നീ അവിടെ എവിടെയായിട്ട് ഇല്ലാതാക്കണ്ട. എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹിച്ചതൊന്നും നൽകാതെ ഓ, എൻ്റെ അപ്പച്ചനെ ഇല്ലാതാക്കിയവരുടേതൊന്നും എനിക്ക് വേണ്ട. ഈ വീട് പോലും തണ്ണിച്ചൻ്റേതായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വന്ന് ഇവിടെ കയറുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങും. എനിക്ക് എൻ്റെ ക്ലബ്ബ് തന്നെ ധാരാളം. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നിന്റെ അപ്പനെ അവരായിട്ടൊന്നും ചെയ്തിട്ടില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എവിടെ ആരോട് പറയാൻ? അതിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ തന്നെ ഇവിടെ വെറുതെ വന്നിരിക്കുകയല്ലേ. കുറച്ച് മുട്ടായൊക്കെ വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? കച്ചവടവും ഇല്ല, വീട്ടിൽ വെറുതെ ഇരിക്കണ്ടേ, അതിനോണ്ട് വന്നിരിക്കുക. ഒരു നേരം പോക്ക്. ചേട്ടാ സിഗരറ്റ് ഉണ്ടോ? ആകെ അതല്ലേ ഉള്ളൂ. ബോസ്കോ ഉണ്ടോ ഇവിടെ? ഇല്ല, മറ്റൊരു 2 പേരുണ്ട്. തീപ്പെട്ടി. ആ, തീപ്പെട്ടി ഉണ്ട്. രാജു, എന്താ ബോസ്കനെ അന്വേഷിച്ച ആള് വന്നിട്ടുണ്ട്. ആരാ? സഖാവ് ജോസേ. എടാ ഞാനാ. എന്താ സുഖാവേ? കാര്യം ഉണ്ടടാ. എവിടെ അവൻ? ആ വക്കീൽ മാഡം വിളിച്ചിട്ട് പോയതാ. അവൻ വന്നാൽ എന്നെ ഒന്ന് കാണാൻ പറ. ഒരു പണിയുണ്ടടാ. ഓ, ഓക്കെ. ഓക്കെ.